റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അങ്ങനെ വിശ്വസിക്കൽ, ഏകനാണെന്ന് വിശ്വസിക്കൽ, അതിന് ഇബാദത്ത്, ഷിർക്ക്, തൗഹീദ്, ഏതാണ് പറയുക? തൗഹീദാണ് പറയുക അല്ലേ? തൗഹീദാണ്. അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന് വിശ്വസിക്കൽ തൗഹീദാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം. പിന്നെ രണ്ടാമത്തത്, പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് മരണശേഷവും നിലനിൽക്കുമോ? പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് പ്രവാചകന്മാർ മരിച്ചു കഴിഞ്ഞാലും നിലനിൽക്കുമോ? നിലനിൽക്കും, നിലനിൽക്കില്ല, സാധ്യതയുണ്ട്, നിലനിൽക്കും അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തത്, ഷിർക്ക് എന്നാൽ എന്ത്? എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്, നോക്കൂ. അങ്ങേയറ്റത്തെ ആദരവും ഭയഭക്തിയും, പിന്നെ ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാത്തവർ ഉണ്ടെന്ന് വിശ്വസിക്കൽ, പിന്നെ അള്ളാഹു ഏകനാണെന്ന വിശ്വാസം. അങ്ങേയറ്റത്തെ ആദരവും ഭയഭക്തിയും ഒക്കെ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ഏകനാണെന്ന വിശ്വാസം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഷിർക്ക് എന്താണ്? ഇതാണ്. എന്ത്? ഇബാദത്തിന് അർഹൻ അള്ളാഹു അല്ലാത്തവർ ഉണ്ടെന്ന് വിശ്വസിക്കൽ. ഇനി നാലാമത്തത്, എന്താണ് നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് നരകഭയം, സ്വർഗം കിട്ടും, പരലോക വിശ്വാസം. അതിൻ്റെ ഉത്തരം പരലോക വിശ്വാസമാണ് നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി 5ാമത്തത് എന്താണ്? യൂസുഫ് നബിയുടെ പ്രാർത്ഥന. യൂസുഫ് നബിയുടെ പ്രാർത്ഥനത്തിൽ ഏതാ? റബ്ബി സിദ്നി ഇൽമ എന്നാണോ? തൗഫനി മുസ്ലിമും വ അൽഖിനി ബിസ്സാലിഹീൻ എന്നാണോ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നാണോ? എൻ്റെ ആൻസർ ഇതാണ്, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ. അതാണ് യൂസുഫ് നബിയുടെ പ്രാർത്ഥന. ഇനി 6ാമത്തത് എന്താ? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? എന്താണ് ഉത്തരങ്ങൾ? ഇജ്മാഅ്, ഖിയാസ്, റിദ്ദത്ത്, ഖുർആൻ. ഇതിൽ ഈ ഖുർആൻ, ഇജ്മാഅ്, ഖിയാസ്, അതിൻ്റെ കൂടെ ഒരു ഹദീസ് ഉണ്ട്, സുന്നത്തും കൂടി ഉണ്ട്. അതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതിൽ പെടാത്തത് റിദ്ദത്താണ് അല്ലേ? അപ്പോൾ റിദ്ദത്ത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി 7ാമത്തെ ചോദ്യം എന്താണ്? 7ാമത്തെ ചോദ്യം, നമ്മുടെ മദ്ഹബിൽ ഏതാ? ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്. അതിൽ നമ്മുടെ മദ്ഹബ് ഏതാണ്? ഷാഫിഈ മദ്ഹബാണ് അല്ലേ? നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആൻസർ. പിന്നെ 8ാമത്തത്, കൂട്ടത്തിൽ പെടാത്തത്. ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇതിൽ അബൂബക്കർ, അതേപോലെ തന്നെ ഉസ്മാൻ, അലി എന്നിവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകന്മാരാണ്, സ്വഹാബികളാണ്. അവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളാണ്. എന്നാൽ അതിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ല. 10 സ്വഹാബികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ബിലാൽ റളിയല്ലാഹുവിൻ്റെ പേരില്ല. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇനി 9ാമത്തത്, ജിന്നും ഷെയ്ത്താനും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കൽ നമുക്ക്. ജിന്നും ഷെയ്ത്താനും യഥാർത്ഥമാണ്, അതൊക്കെ ഉള്ളതാണ് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്, നിർബന്ധമില്ല, ശല്യമാണ്, പാടില്ല എന്നൊക്കെയാണ്. നിർബന്ധമാണ്, അതാണ് അതിൻ്റെ ആൻസർ. ഇനി 10ാമത്തെ ചോദ്യം, ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്ന് പ്രകാശത്താൽ അഗ്നി കൊണ്ട് എന്നാണ്. അഗ്നി കൊണ്ടാണ് അല്ലേ? പ്രകാശത്താൽ മലക്കുകളാണ്, മണ്ണിൽ നിന്ന് മനുഷ്യരാണ്. ജിന്നുകളെ പടക്കപ്പെട്ടത് അഗ്നി കൊണ്ടാണ്. അപ്പോൾ അതാണ് ആൻസർ. ഇനി 11ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എത്ര വിഭാഗമായി വേർതിരിയുമെന്നാണ് പറഞ്ഞത്? നബി തങ്ങളുടെ സമുദായം എത്ര വിഭാഗം? 71, 23, 72, 73. ഇതിലേതാണ് ആൻസർ? 73 വിഭാഗങ്ങളായി വേർതിരിയുമെന്നാണ് പറഞ്ഞത്.
നബിയുടെ സമുദായം 73 വിഭാഗങ്ങളായി വേർപിരിയും. പിന്നെ 12-ാമത്തത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഡാഷ് എന്ന് പറയുക. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന് എന്താ പറയുക? ജിന്ന്, ഗൈബ്, കറാമത്ത്. ഏതാണ്? ഗൈബ് എന്നാണ് പറയല്ലേ. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 13-ാമത്തെ ചോദ്യം എന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ആയത്തിൽ പറയുന്ന കാര്യം ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്താണ് പറയുന്നത്? ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കും. ഖുർആനിനെ ഇറക്കിയത് അള്ളാഹുവാണ്. രണ്ടും ഉദ്ദേശിക്കുന്നു പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഇന്നാ നഹ്നു നസ്സൽന ദിക്ര, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര, തീർച്ചയായും ഖുർആനിനെ നാമാണ് ഇറക്കിയത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണോ? ഖുർആനെ ഇറക്കിയത് അള്ളാഹുവാണ് എന്നാണോ? പിന്നെ രണ്ടും ഉദ്ദേശിക്കുന്നു എന്നാണ്. അതിൽ രണ്ടും ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഖുർആനിനെ നാം ആണ് ഇറക്കിയത്, അപ്പോൾ ഖുർആനെ ഇറക്കിയത് അള്ളാഹുവാണ് എന്നുള്ളതായി. പിന്നെ അതിനെ നാം സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ നിലനിൽക്കുമെന്നാണല്ലോ. അപ്പോൾ രണ്ടും ഉദ്ദേശിക്കുന്നു പറയുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 14-ാമത്തത് മദനിയായ സൂറത്തുകളുടെ എണ്ണം. മദനിയായ സൂറത്തുകൾ മക്കിയ്, മദനിയ് അല്ലേ. മക്കിയ് 86, മദനിയ് എത്രയാണ്? 28. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ 114ആയി. ഇനി 15 ദാത്ത് എന്നാൽ അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അതിൽ ദാത്ത് എന്താണ്? സത്ത, പ്രവർത്തനങ്ങൾ, വിശേഷണങ്ങൾ. സത്തയാണ് അല്ലേ. ദാത്ത് സത്ത, സിഫാത്ത് വിശേഷണങ്ങൾ, അഫ്ആൽ പ്രവർത്തനങ്ങൾ, അങ്ങനെയാണ് വരിക. ഇനി 16-ാമത്തത് എന്താണ്? സർപ്പവും വടിയും ആരുടെ മോചിതത്താണ്? സർപ്പം, വടി, ഇതൊക്കെ ആരുടെ മോചിതത്താണ്? ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം. അതിലാരതാ? മൂസ അലൈഹിസ്സലാമിൻ്റെയാണ് സർപ്പവും വടിയൊക്കെ. ഇനി 17-ാമത്തെ ചോദ്യം എന്താണ്? അൽ ഖുലഫാ ഉർ റാഷിദൂൻ, ഖുലഫാ ഉർ റാഷിദീങ്ങൾ അല്ലേ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ഞാനാണ്? ത്വൽഹ, സുബൈർ, അലി റളിയല്ലാഹു അൻഹും. ഇതിൽ അലിയാണ് അല്ലേ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട് വരിക. ഇനി 18-ാമത്തെ ചോദ്യം എന്താ? ജോസഫ് യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന ഷിർക്ക്. മുഹ്സിൻ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നടത്തുന്ന സഹായാർത്ഥന ഷിർക്കല്ല. കാരണം എന്താണ്? അതിൻ്റെ കാരണം യേശു ആയതുകൊണ്ട് ഷിർക്കാണ്, നബിയും വലിയുമായതിനാൽ ഷിർക്കല്ല, ആരാധ്യനാണെന്ന വിശ്വാസമില്ലാത്തതിനാൽ ഷിർക്കല്ല. അപ്പോൾ മുഹസിൻ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നടത്തുന്ന സഹായാർത്ഥന അല്ലേ, അത് ഷിർക്കല്ല. എന്താ ഷിർക്കാവാതിരിക്കാൻ കാരണം? അമ്പിയാക്കൾ ഔലിയാക്കളൊന്നും നമ്മൾ ആരാധ്യരാണെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹു ആണെന്നൊരു വിശ്വാസം ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക, ആരാധ്യരാണെന്ന വിശ്വാസമില്ലാത്തതിനാൽ ഷിർക്കല്ല. ഇനി 19-ാമത്തത് മതത്തിൽ നിന്ന് പുറത്തു പോകൽ. മതത്തിൽ നിന്ന് പുറത്തു പോകൽ അതിന് പറയുന്ന പേര് ബിദ്അത്ത് എന്നാണോ, അതല്ല കുഫ്ർ എന്നാണോ, ഷിർക്ക് എന്നാണോ, റിദ്ദത്ത് എന്നാണോ? അത് മതത്തിൽ നിന്ന് പുറത്തു പോകൽ റിദ്ദത്താണ് അല്ലേ, റിദ്ദത്ത്. 20-ാമത്തത് ഇവരിൽ ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത്? ആരൊക്കെയാണ്? സഅദ് ബിനു മാലിക്, മുആദ് ബിനു ജബൽ, ത്വൽഹത്ത് ബിനു ഉബൈദില്ല. ഇതിലാരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുക? പറഞ്ഞാൽ അഷ്റത്തുൽ മുബശ്ശരീങ്ങൾ നമ്മൾ 10 സ്വഹാബികളെ പേര് പഠിച്ചല്ലോ, അതിൽ പെട്ടതാണ് ആര്? ത്വൽഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. അതാണ് അതിൻ്റെ ആൻസർ. സഅദ് ബിനു മാലിക്, മുആദ് ബിനു ജബലൊന്നും അതിലുള്ളതല്ല. പിന്നെ 21 എന്താ? ബിദ്അത്തിന് ഉദാഹരണം. ബിദ്അത്തിന് ഉദാഹരണം ഇവിടെ സുബ്ഹിയിലെ ഖുനൂത്ത് അനാചാരമാക്കൽ എന്നുണ്ട്. പള്ളികളിൽ കാണുന്ന മിനാരങ്ങൾ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കൽ. ഇത് ബിദ്അത്തിന് ഉദാഹരണത്തിലേതാണ്? പള്ളികളിൽ കാണുന്ന മിനാരങ്ങളാണ് അല്ലേ, അതാണ് ബിദ്അത്തിന് ഉദാഹരണം. ഇനി 22-ാമത്തെ ചോദ്യം, സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത്.
സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയുന്നത് ഗൈബാണ്, കറാമത്ത് ഗൈബല്ല. എന്താണ് ഗൈബല്ല? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഗൈബ്, അറിയുന്നത് ഗൈബല്ല. കറാമത്ത് ഏതായാലും അല്ലല്ലോ. അപ്പോൾ അതാണ് ഗൈബല്ല എന്നുള്ളതാണ് ഉത്തരം. 23ാമത്തത് ആദ്യം ഇറങ്ങിയ ആയത്തുകളുള്ള സൂറത്ത് അതേതാ? ഇഖ്റ ബിസ്മി അതാണല്ലോ അല്ലേ? അത് മാലം വ്യാലം വരെയുള്ള ആദ്യം ഇറങ്ങിയ ആയത്തുകൾ അത് ഏത് സൂറത്തിലാണ്? അലക്ക് സൂറത്തിലാണ്. അപ്പോൾ ഫാത്തിഹയും ബക്കറയല്ല, അലക്കാണ് അതിൻ്റെ ആൻസർ. 24ാമത്തത് മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ബാധകമായവർ. മനുഷ്യന്മാർക്ക് മതനിയമങ്ങൾ ബാധകമാണല്ലോ, അതുപോലെ മതനിയമങ്ങൾ ബാധകമായവരാണ് ആര്? മലക്കുകൾ. പിന്നെ ഇല്ല, മൃഗങ്ങൾ, ജിന്നുകളാണ് അതിൻ്റെ ആൻസർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലക്കുകളെ മനുഷ്യന്മാരെ പോലെ തന്നെ മതനിയമങ്ങൾ ബാധകമായവർ ജിന്നുകളാണ്. 25ാമത്തത് ഇത് എന്തിൽപ്പെട്ടതാണ്? എന്ത്? ഒരു മുസ്ലിമിനെ കാഫിറാക്കൽ കുഫറാണോ, റിദ്ദത്താണോ, ഷിർക്കാണോ? അത് റിദ്ദത്തിൽപ്പെട്ട കാര്യമാണ് ഒരു മുസ്ലിമിനെ കാഫിറാക്കുക എന്നുള്ളത്. ഇനി 26ാമത്തെ ചോദ്യം, പള്ളികളിൽ ശബ്ദമുയരൽ ഡാഷും മലയാളത്തിൽ ഖുത്ബ ഓതൽ ഡാഷുമാകുന്നു. അതിപ്പോൾ ഏതാണ്? പള്ളികളിൽ ശബ്ദമുയരൽ എന്താണ്? അന്ത്യനാളിൻ്റെ അടയാളമാണ് അല്ലേ? പിന്നെ മലയാളത്തിൽ ഖുത്ബ ഓതൽ ബിദ്അത്താണ്. അപ്പോൾ ബിദ്അത്ത് ഹറാമ് ബിദ്അത്ത്, അന്ത്യനാളിൻ്റെ അടയാളം ബിദ്അത്ത്. അപ്പോൾ ഇതാണ് അന്ത്യനാളിൻ്റെ അടയാളം ബിദ്അത്ത് എന്നുള്ളതാണ്. പിന്നെ 27 ആരാണ് ഷെയ്ത്താന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, പ്രത്യേക സൃഷ്ടികൾ, മലക്കുകളിൽ നിന്ന് വേർതിരിഞ്ഞൊരു വിഭാഗം. ഏതാണ്? അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഷെയ്ത്താന്മാർ അല്ലേ? അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 28ാമത്തത് അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ അത്ഭുത സിദ്ധി ഏതാ? മാജിക്ക്, മുഅ്ജിസത്ത്, ഖുർആൻ. മുഅ്ജിസത്താണ്. അപ്പോൾ അത് അതിൻ്റെ ആൻസറാണ്. 29 അല്യോമ അക്മൽതു ലക്കും. ഈ ആയത്ത് ഏത് സൂറത്തിൽ? എത്രാമത്തെ ആയത്തിൽ? അല്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന അല്ലേ? ഇസ്ലാം ദീനിൻ്റെ സമ്പൂർണ്ണത വിളംബരം ചെയ്യുന്ന ഒരായത്താണിത്. അത് അൻആം 4, മാഇദ 13, ബഖറ 205, മാഇദ 3. ഏത് സൂറത്താണ്? എത്രാമത്തെ ആയത്താണ്? അത് മാഇദ സൂറത്തിലെ 3ാമത്തെ ആയത്താണ്. അപ്പോൾ ഇവിടെ ശരിയുടെ അതാണ് അതിൻ്റെ ഉത്തരം. 30ാമത്തെ ചോദ്യം, ഫാത്തിഹയിൽ എത്ര ഷദ്ദുണ്ട്? ഫാത്തിഹയിൽ എത്ര ഷദ്ദാണ്? 14, 15, 10, 8. ഫാത്തിഹയിൽ 14 ഷദ്ദാണുള്ളത്, 14 ഷദ്ദ്. ഇനി 31ാമത്തെ ചോദ്യം എന്താ? ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങലാണ്. എന്ത്? ദോഷത്തെ തൊട്ട് ഖേദിച്ച് മടങ്ങുന്നതിന് എന്താണ് പറയുക? ഇസ്തിഗ്ഫാർ, ശുക്ർ, തൗബ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഉത്തരം. 32ാമത്തെ ചോദ്യം എന്താ? ഏത് പ്രവാചകൻ്റെ മാതാവിനാണ് അള്ളാഹു മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തത്? ഏത് പ്രവാചകൻ്റെ മാതാവിനാണ് മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തത്? അത് ഈസാ നബി അലൈഹി സ്വലാം, അതേപോലെ മൂസാ നബി അലൈഹി സ്വലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാം. ഉത്തരേതാ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ് അല്ലേ? മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തു. കുട്ടിയെ നൈൽ നദിയിലിടുന്ന ആ കാര്യങ്ങളും പിന്നെ നൈൽ നദിയിൽ നിന്ന് രക്ഷപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മൂസാ നബിൻ്റെ ഉമ്മാക്ക് മുമ്പ് അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 33ാമത്തെ ചോദ്യം, ഗൈബ് എന്ന വാക്കിൻ്റെ അർത്ഥമായി വരുന്നത്? ഗൈബ് അദൃശ്യജ്ഞാനം, വിസ്മയം, ദൃശ്യജ്ഞാനം. എന്താണ്? അദൃശ്യജ്ഞാനം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഗൈബ് അദൃശ്യജ്ഞാനം. 34ാമത്തെ ചോദ്യം എന്താണ്? പ്രാർത്ഥനയുടെ മര്യാദയാണ് എന്ത്? ആദ്യവും അവസാനവും ഡാഷ്. എന്താണ്? ഹംദും സ്വലാത്തും. ആദ്യവും അവസാനവും ഹംദും സ്വലാത്തും ചൊല്ലലാണോ? വുളു ആണോ? കൈ ഉയർത്തലാണോ? ആദ്യവും അവസാനവും ഹംദും സ്വലാത്തും ചൊല്ലലാണ് പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടത്. ഇനി 35ാമത്തെ ചോദ്യം എന്താ? സഹായാർത്ഥന ആരാധനയാകുന്നത് എപ്പോഴാണ്? സഹായം ചോദിക്കുന്നത് അതൊരു ആരാധനയാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം ഇതിലേതാണ്? അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ, സദ്വൃത്തരെ മുൻനിർത്തിയാകുമ്പോൾ, ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ ആകുമ്പോൾ. അതിൻ്റെ ആൻസർ ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ ആകുമ്പോൾ എന്നുള്ളതാണ്. ആരാധ്യനാണ്, പടച്ചോനാണെന്നുള്ള വിശ്വാസത്തോടെയാണ് സഹായാർത്ഥന നടത്തുന്നതെങ്കിൽ അത് എന്താണ്? ഷിർക്കാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്.
വേറൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടത് വന്നിരുന്നു, ഓർമ്മ ഉണ്ടാവും. 36-ാമത്തെ ചോദ്യം, ഇതിന് അഥവാ ഖുർആനിന് മുമ്പ് ഡാഷ് കിതാബുകളും ഡാഷ് ഏടുകളും ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനിന് മുമ്പ് എത്ര കിതാബുകൾ, എത്ര ഏടുകൾ? ഇവിടെ 400 അഥവാ 4 കിതാബുകൾ 100 ഏടുകൾ, പിന്നെ 3 കിതാബുകൾ 100 ഏടുകൾ, പിന്നെ 3 കിതാബുകൾ 50 ഏടുകൾ. അതിൽ ആകെ 4 കിതാബുകളാണ്. അതിൽ ഖുർആനിന് മുമ്പ് പറഞ്ഞാൽ ഖുർആന് 4-മതായി വന്നല്ലോ. അപ്പോൾ 3 കിതാബുകളും 100 ഏടുകളും, അതാണ് അതിൻ്റെ ആൻസർ. ഇനി 37, തൗഹീദിൻ്റെ സൂറത്ത് ഏതാണ്? തൗഹീദിൻ്റെ സൂറത്ത് യാസീനാണോ ഇഖ്ലാസാണോ ഫാത്തിഹയാണോ? ഇഖ്ലാസാണ് അല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്താണല്ലോ തൗഹീദിൻ്റെ സൂറത്ത്. പിന്നെ 38-ാമത്തെ ചോദ്യം എന്താ? പിശാച് ചെയ്യുന്നത് എന്താണ് പിശാച് ചെയ്യുക? ഇബ്ലീസിനെ സഹായിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു, മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു. എന്താണ് അതിൻ്റെ ആൻസർ? മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു, അതാണ് പിശാച് ചെയ്യുന്നത്. ഇനി 39-ാമത്തെ ചോദ്യം, മുഅ്ജിസത്ത് അംബിയാ അഥവാ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംബിയാക്കളിൽ നിന്നാണ് ഉണ്ടാവുക. എന്നാൽ കറാമത്ത് ആരിൽ നിന്നാണ് ഉണ്ടാവുക? ജിന്ന്, ഔലിയാ, മലായിക്ക, ഔലിയാക്കളിൽ നിന്നാണ്. അപ്പോൾ ഔലിയാ എന്നുള്ളത് ശരിയുടെ, അതാണ് അതിൻ്റെ ആൻസർ. മുഅ്ജിസത്ത് അംബിയാക്കളിൽ നിന്ന്, കറാമത്ത് ഔലിയാക്കളിൽ നിന്ന്. 40-ാമത്തത്, നഹാവന്തിലെ മുസ്ലിം നായകനോട് മദീനയിൽ നിന്ന് നിർദ്ദേശം നൽകിയതാരാ? നഹാവന്തിലെ സാരിയ അല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. യാ സാരിയ അൽ ജബൽ എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുത്തത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അതിൻ്റെ ആൻസർ. പിന്നെ 41-ാമത്തത്, മതത്തിൽ നിന്ന് പുറത്തു പോകൽ. അതിനെന്താ നമ്മൾ പറയാം? റിദ്ദത്ത്, ബിദ്അത്ത്, കുഫ്ർ. എന്താണ്? റിദ്ദത്താണ് അല്ലേ. ബിദ്അത്ത് പറഞ്ഞാൽ അനാചാരം എന്നൊക്കെ പറയാം. കുഫ്ർ എന്നാൽ സത്യനിഷേധം. റിദ്ദത്താണ് മതത്തിൽ നിന്ന് പുറത്തു പോകൽ. 42 എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എന്താ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തതൊന്നുണ്ട്, അതേതാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെയാണ് ഖുർആൻ എല്ലാ കാലക്കാർക്കും ഉള്ളതാണ്, അതൊന്ന്. പിന്നെ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമാണ്. പിന്നെ മറ്റൊന്ന്, ഖുർആൻ മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കും. ഇതിലേതാണ് പിന്നെ ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? ഖുർആൻ എല്ലാ കാലക്കാർക്കും ഉള്ളതാണ് എന്ന് നമുക്കറിയാം. അഥവാ മറ്റ് കിതാബുകളൊക്കെ അതത് നബിമാരുടെ കാലക്കാർക്ക് മാത്രമാണ്, എന്നാൽ ഖുർആൻ എല്ലാ കാലക്കാർക്കുള്ളതാണ്, ശരിയാണ്. പിന്നെ അവസാനത്തെ ഖുർആൻ മാറ്റത്തിരുത്തുകളില്ലാതെ ലോകാവസാനം വരെ നിൽക്കും എന്നുള്ളതും ശരിയാണ്. പിന്നെ ഇവിടെ പറഞ്ഞ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമാണ് എന്ന് ഉള്ളത് തെറ്റാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 43-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ ഡാഷ് റദ്ദുൻ കുഫ്റുൻ ദീനുൻ. എന്താണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു അല്ലേ, നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത വല്ലതും ആരെങ്കിലും കൊണ്ടുവന്നാൽ, പുതുതായി നിർമ്മിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ റദ്ദുൻ എന്നുള്ളതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. 44-ാമത്തത്, ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയും കാണാൻ കഴിയാത്തവയാണ്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയും കാണാൻ കഴിയാത്തത്, അത് ജിന്ന്, പിശാചുക്കൾ അല്ലേ. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കാണാൻ കഴിയുമോ? അതേപോലെ തന്നെ മലക്കുകളും ആണെങ്കിൽ നമുക്ക് അതിൽ പറയാം അല്ലേ, മലക്കുകളെയും. പിന്നെ അതേപോലെ തന്നെ ജിന്ന്, പിശാചുക്കളെന്നും ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടൊന്നും കാണാൻ കഴിയൂല. പിന്നെ 45, ആദ്യം ഇറങ്ങിയ ആയത്തുകളുള്ള സൂറത്ത്. നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് തോന്നുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഏതാണ്? ഫാത്തിഹ, അലഖ്, ബഖറ. അലഖാണ് അല്ലേ അതിൻ്റെ ഉത്തരം. പിന്നെ 46-ാമത്തത്, ജിന്നും ഷെയ്ത്താനും യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ. ജിന്നും ഷെയ്ത്താനൊക്കെ ഉള്ളതാണ്, യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ വാജിബ്, സുന്നത്ത്, ജായിസ്. ഏതാണ്? അത് വാജിബാണ്, നിർബന്ധമാണ്. ഇനി 47-ാമത്തെ ചോദ്യം, ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഡാഷ് ഇവയിലേതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ടതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. അതിന് വിരുദ്ധമായി നിർമ്മിക്കപ്പെട്ടതിനൊക്കെ ബിദ്അത്ത് എന്ന് പറയും. അപ്പോൾ ഖിയാസ് എന്നാണ് അവിടെ ആൻസറായിട്ട് വരിക.
48 അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം. അതേതാണ്? അമലുകൾക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഇഹലോകമാണോ പരലോകമാണോ സ്വർഗ്ഗമാണോ? പരലോകമാണ് അല്ലേ? പരലോകം എന്ന് എഴുതാം. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 49 സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് ഏത്? ഷിർക്കാണോ കുഫ്രാണോ റിദ്ദത്താണോ? സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഷിർക്കാണ്. അപ്പോൾ ഷിർക്ക് എന്നുള്ളത് അതാണ് അതിൻ്റെ ആൻസർ. 50 അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇസ്ലാമിക ശരീഅത്തിൽ ഭേദഗതി ആവശ്യപ്പെടൽ. ഇസ്ലാമിക ശരീഅത്തിൽ അഥവാ ദീനിൽ ഭേദഗതി ആവശ്യപ്പെടൽ ബിദ്അത്താണോ റിദ്ദത്താണോ ളലാലത്താണോ? അത് റിദ്ദത്താണ്. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പെട്ടതാണ് ഇസ്ലാമിക ശരീഅത്തിൽ ഭേദഗതി ആവശ്യപ്പെടൽ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.